ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സീക്വൻസ് വർക്കിൻ്റെ സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 6 ലെയറിൽ ഞാൻ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സീക്വൻസും എടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക. ഞാനിവിടെ റൗണ്ട് ഷേപ്പിന് പകരം പോയിൻറ്റ്സാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ടൊരു പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻട്രലായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റിലൂടെ നീഡിൽ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം അതിന് ചുറ്റുമായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്ന പോയിൻറ്റുകളില്ലേ, അതിലേക്ക് നമുക്കൊരു സീക്വൻസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം നീഡിൽ താഴോട്ട് ഇറക്കി കൊടുക്കാം. ചുറ്റുമായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ പോയിൻറ്റിലൂടെയും സീക്വൻസ് ഇതുപോലെ വെച്ചിട്ട് നീഡിൽ ഇറക്കി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാതെ അതിൻ്റെ മുകളിലായിട്ട് ഫ്രഞ്ച് നോട്ട് ഇട്ടിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു പോയിന്റിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലൂടെ നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരാം. അതിനുശേഷം അടുത്ത പോയിന്റിലേക്ക് സീക്വൻസ് വെച്ച് കൊടുത്തിട്ട് നീഡിൽ ഇറക്കി കൊടുക്കാം. നമുക്കിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് കിട്ടുക. രണ്ടാമത്തെ പോയിന്റിലൂടെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലൂടെ ഇനി നീഡിൽ മുകളിലേക്ക് കൊണ്ടുവരുവാം. അടുത്ത പോയിന്റിലേക്ക് സീക്വൻസ് വെച്ച് കൊടുത്തിട്ട് നീഡിൽ ഇറക്കി കൊടുക്കാം. ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ബ്ലൗസിലും ചുരിദാറിലും ഒക്കെ സ്പ്രെഡായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നെക്ക് പോർഷനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു എംബ്രോയ്ഡറി ത്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് എടുത്തിട്ടും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ സീക്വൻസ് വർക്കിൻ്റെ സെക്കൻഡ് മെത്തേഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്തായിട്ട് സിംഗിൾ നോട്ട് കൂടെ ഇട്ട് കൊടുക്കാം.